പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ രാഷ്ട്രീയമായും സാമൂഹികമായും ഏറെ ശ്രദ്ധേയമായ രാജ്യമായ കാമറൂൺ ഒക്ടോബർ 12-ന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ്. 4 പതിറ്റാണ്ടുകളിലേറെയായി രാജ്യത്തെ നയിക്കുന്ന 92-കാരനായ പ്രസിഡന്റ് പോൾ ബിയ 8ാം തവണയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ലോകം ഉറ്റുനോക്കുകയാണ്. 1982 മുതൽ കാമറൂണിന്റെ അമരക്കാരനാണ് പോൾ ബിയ. 43 വർഷത്തെ ഭരണത്തിലൂടെ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിൽ ഒരാളായി അദ്ദേഹം മാറി. ഈ തെരഞ്ഞെടുപ്പിലും വിജയിച്ചാൽ അടുത്ത ഭരണകാലാവധിയുടെ അവസാനം അദ്ദേഹത്തിന് 100 വയസ്സിനടുത്ത് പ്രായമാകും. 1990-കളിൽ ബഹുകക്ഷി രാഷ്ട്രീയം മടങ്ങിയെത്തിയതിനു ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിജയങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ, വോട്ടർമാരെ സ്വാധീനിക്കൽ എന്നിങ്ങനെയുള്ള ആരോപണങ്ങളിൽ മുങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ വിവാദമാക്കിയത് ഒരു പ്രധാന പ്രതിപക്ഷ നേതാവിനെ മത്സര രംഗത്തു നിന്ന് ഒഴിവാക്കിയതാണ്. പോൾ ബിയയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ടായിരുന്ന മൗറിസ് കാംറ്റോയെയാണ് പുറത്താക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹമാണ് ഈ തീരുമാനത്തിന് കാരണമെന്ന് തിരഞ്ഞെടുപ്പ് ബോർഡ് പറയുന്നുണ്ടെങ്കിലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കാംറ്റോയുടെ അഭിഭാഷകരുടെ വാദം. കാംറ്റോ പുറത്തായതോടെ മത്സര രംഗത്ത് ഇപ്പോൾ 12 സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത്. ഇവരിൽ 6 പേരെ മാത്രമാണ് പ്രധാനമായും ശ്രദ്ധേയരായി കണക്കാക്കുന്നത്. ഇത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.